ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ബസളയും പിന്നെ മസൂർ ദാൾ എങ്ങനെ കറി വെക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ആദ്യമായിട്ട് മസൂർ ദാൾ തലേദിവസം തന്നെ വെള്ളത്തിയിട്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒരു 3 വിഷിൽ ആദ്യം തന്നെ അടിക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റി വെച്ചേക്കുന്നതാണ്. തക്കാളി, ഉള്ളി, ബസള, അതിൻ്റെ ഇല ചെറുതായിട്ട് നുറുക്കിയതാണ്. അതിൻ്റെ കൂടെ കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ദാൾ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും ഈ കുക്കറിലേക്ക് ഇട്ട് ഒരു വിഷിലും കൂടെ അടിക്കാം. നമുക്ക് ഇത് ഒരുമിച്ച് വേണേലും ചെയ്യാം. കാരണം ഞാൻ സെപ്പറേറ്റായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ദാൾ നല്ലപോലെ ഉടഞ്ഞു വരുമ്പോൾ ഇനി കറികൾ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റായിട്ട് വേവിച്ചത്. ആവശ്യത്തിന് ഉപ്പും ഒരിച്ചിരി മഞ്ഞളും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ ബന്ദ് ചെയ്യാം. കറിക്ക് വേണ്ടിയുള്ള മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് മല്ലിയും പത്തലമുളകും ക്യൂമിൻ സീഡും പിന്നെ പെപ്പറും കുറച്ച് ഉലുവയും ഒരിച്ചിരി കടുകും 4 വെളുത്തുള്ളിയും പിന്നെ ഒരിച്ചിരി കറിവേപ്പിലയും ഒരു ലെമൻ്റെ സൈസിൽ അതിനേക്കാളും ചെറിയ സൈസിൽ പുളിയും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറേ കരിച്ചൊന്നും എടുക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇച്ചിരി കടുകും ഒരിച്ചിരി ഉലുവ ഇടുന്നതെന്ന് വെച്ചാൽ ആ കറിക്കൊരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ഉലുവ ഇടുന്നത്. ഇച്ചിരി ഉലുവയും പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയിട്ട് നമുക്ക് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അത് നമുക്ക് ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുന്നതാണ്. ഇത് ചെറുതായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഇച്ചിരി ഇഞ്ചും കൂടെ ഇട്ടുവിടാം. സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കറിക്ക് അരയ്ക്കേണ്ട മസാലകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ച മണം അല്ലെങ്കിൽ ആ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ മാത്രം നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇത് ഒരു വിധം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നമുക്ക് തേങ്ങ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് തന്നെ മസാല തന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടിടുവാണെങ്കിൽ നല്ല തിക്കായിട്ട് കറി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി തേങ്ങ യൂസ് ചെയ്തേ ഉള്ളൂ. കുക്കറിൽ നിന്ന് വിഷിലടിച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് അതിലേക്ക് കൂട്ടി എത്ര തിക്ക് വേണം ഇല്ലെങ്കിൽ എത്ര ലൂസായിട്ട് വേണം അതിനനുസരിച്ച് വെള്ളം നമുക്ക് പാകത്തിന് ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കടുക് പൊട്ടിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ബസളയും പിന്നെ മസൂർ ദാൾ കറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്കായെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്കായാൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണേ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ പറയണം. അങ്ങനെയാണ് നമ്മൾ പുതിയ വീഡിയോകൾ എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ.
Thank you for watching this video. Keep supporting me guys.